പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മറ്റൊരു വശത്ത് ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ മിസൈൽ പരീക്ഷണമാണ് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ പ്യോങ്യാങ്ങിന് സമീപമുള്ള സുനാൻ മേഖലയിൽ നിന്ന് ജപ്പാൻ കടലിന് നേരെ 10ഓളം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ചത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും വർഷാവർഷം നടത്തിവരുന്ന ഫ്രീഡം ഷീൽഡ് എന്ന സൈനിക അഭ്യാസത്തിന്റെ 5ാം ദിവസമാണ് ഉത്തര കൊറിയ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളെ ആക്രമിക്കാൻ ദക്ഷിണ കൊറിയ മുൻകൂട്ടി തയ്യാറെടുക്കുന്ന സൈനിക അഭ്യാസമാണ് എന്ന പേരിലാണ് ഉത്തര കൊറിയ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന ഫ്രീഡം ഷീൽഡ് എന്ന സൈനിക അഭ്യാസത്തോടുള്ള കടുത്ത പ്രതിഷേധമാണ് ഈ വിക്ഷേപണത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സൈനികാഭ്യാസം തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ പരിശീലനമാണെന്നാണ് ഉത്തര കൊറിയ വിശ്വസിക്കുന്നത്. ഇതിനെതിരെ നേരത്തെ തന്നെ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരം നീക്കങ്ങളെ തങ്ങൾ നോക്കി നിൽക്കില്ലെന്നും അചിന്തിതമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കിമ്മിന്റെ സഹോദരിയും പ്യോങ്യാങ്ങിലെ ശക്തിയായ നേതാവുമായ കിം യോ ജോങ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 10ഓളം മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചത്. ഏകദേശം 350 കിലോമീറ്റർ സഞ്ചരിച്ച മിസൈലുകൾ ദക്ഷിണ കൊറിയയിലെ പ്രധാന സൈനിക താവളങ്ങളെയും തുറമുഖങ്ങളെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ളവയാണെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ മിസൈൽ വിക്ഷേപണത്തിന് മറ്റൊരു ആഗോള രാഷ്ട്രീയ വശം കൂടിയുണ്ട്. നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യം ഉത്തര കൊറിയ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുകയാണ്. അമേരിക്കയുടെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൊറിയൻ ഉപദ്വീപിലും അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് കിം ജോങ് ഉൻ തെളിയിച്ചിരിക്കുകയാണ്. ഒന്നിലധികം മുന്നണികളിൽ ഒരേ സമയം സൈനിക സമ്മർദ്ദം അനുഭവിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര തലവേദനയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിക്ക് കഴിഞ്ഞ ദിവസം കിം ജോങ് ഉൻ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയുടെ ഈ നടപടിയെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മിസൈലുകൾ ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് പതിച്ചതെങ്കിലും ഇത് മേഖലയിലെ വ്യോമനാവിക ഗതാഗതത്തിന് വലിയ ഭീഷണിയാണെന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഉത്തര കൊറിയ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യവും കുറ്റപ്പെടുത്തി. US ഇന്തോ പസഫിക് കമാൻഡ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും പ്രതിരോധത്തിന് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും വാഷിംഗ്ടൺ അറിയിച്ചു. എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളിൽ അമേരിക്ക കുടുങ്ങിക്കിടക്കുന്നത് ഉത്തര കൊറിയയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ഈ നീക്കം അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകളിലെ മുൻതൂക്കം ലക്ഷ്യമിട്ടുള്ളതുകൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ വെറും ഒരു സാധാരണ രാജ്യമായല്ല, മറിച്ച് ഒരു ആണവായുധ ശക്തിയായി തന്നെ ലോകരാജ്യങ്ങൾ തങ്ങളെ അംഗീകരിക്കണമെന്നാണ് കിം ജോങ് ഉന്നിന്റെ കർശന നിലപാട്. ഭാവിയിൽ ചർച്ചകൾ നടക്കുകയാണെങ്കിൽ കൂടുതൽ മികച്ച സ്ഥാനത്ത് നിന്ന് സംസാരിക്കാനുള്ള ബാർഗെയിനിങ് പവർ വർദ്ധിപ്പിക്കാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ ഉത്തര കൊറിയ ആയുധമാക്കുന്നത്. ദക്ഷിണ കൊറിയയെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഇനി പഴയതുപോലൊരു ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും കിം വ്യക്തമാക്കി. റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണവും ഈ സാഹചര്യത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് പകരമായി ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് ഒഴുകുന്നതായി അമേരിക്കയും നാറ്റോയും നിരന്തരം ആരോപിക്കുന്നുണ്ട്. ഒരേ സമയം 10ഓളം മിസൈലുകൾ കൃത്യതയോടെ തൊടുക്കാനുള്ള ശേഷി കൈവരിച്ചത് ഇത്തരം സാങ്കേതിക സഹായങ്ങളുടെ ഫലമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് കൊറിയൻ ഉപദ്വീപിലെ ശക്തി സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. റഷ്യയുടെ പിന്തുണ കിമ്മിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ സംഘർഷാവസ്ഥ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ സമാധാനം തകരുന്നത് ആഗോള വ്യാപാരത്തെയും വിതരണ ശൃംഖലയെയും സാരമായി ബാധിക്കും. ദക്ഷിണ കൊറിയയുമായി വലിയ സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളുള്ള ഇന്ത്യക്ക് ഈ മേഖലയിലെ അസ്ഥിരത ഒരു തരത്തിലും ഗുണകരമല്ല. കൂടാതെ ഇറാൻ അമേരിക്ക സംഘർഷത്തിനിടയിൽ ഉത്തര കൊറിയ കൂടി പ്രകോപനം തുടരുന്നത് ക്രൂഡ് ഓയിൽ വിപണിയെയും ബാധിച്ചേക്കാം. ഹോർമുസ് കടലിടുക്ക് തടയപ്പെട്ടാൽ റഷ്യൻ എണ്ണയെ ആശ്രയിക്കേണ്ടി വരുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ വലിയ വെല്ലുവിളിയാണ്. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഇനിയും പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും തങ്ങളുടെ സൈനികാഭ്യാസവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതോടെ മേഖലയിൽ പ്രത്യാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായേക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ ലോകശക്തികൾ എത്രത്തോളം നയതന്ത്രപരമായ ജാഗ്രത പുലർത്തുമെന്നാണ് ഇനി അറിയേണ്ടത്. കിം ജോങ് ഉന്നിന്റെ ഓരോ മിസൈൽ വിക്ഷേപണവും ലോകത്തിന് നൽകുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ്.